ഇയ്യങ്കോട് സ്വദേശിനെ ശരണ്യെ കണ്ടെത്തിയെന്നുള്ള ആഹ്ലാദകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഇത്തരമൊരു വലിയ വനമേഖലയിൽ മലമുടിയിൽ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്. ശരണ്യെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ബേസ് ക്യാമ്പിൽ ശരണ്യെ എത്തിക്കഴിഞ്ഞു. സുഹൈൽ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ശരണ്യയുടെ ചിത്രം തന്നെയാണ്. തത്സമയ വിവരങ്ങളാണ്. സുഹൈൽ, പറയൂ. ആ ചിരിയിലുണ്ട്. ശരണ്യക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് വേണ്ടി കാത്തിരുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നോടൊപ്പം നിന്ന മാധ്യമങ്ങൾക്ക്, എന്നോടൊപ്പം നിന്ന പൊതുസമൂഹത്തിന് നന്ദി എന്ന് ചിരിച്ചുകൊണ്ട് ശരണ്യ പറയുകയാണ്. ഈ ചിരി അതൊരു ആത്മധൈര്യത്തിന്റെ, അതിജീവനത്തിന്റെ, പ്രതീക്ഷയുടെ കൂടി ചിരിയാണ്. 4 ദിവസം വനനിബിഡമായ 1748 മീറ്റർ ഹൈറ്റുള്ള ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരമുള്ള തടിയന്റെ മോൾ എന്ന കുടകിലെ ഏറ്റവും വലിയ മലനിരകളിൽ കുടുങ്ങിക്കിടന്ന ഒറ്റയാൾ പോരാളിയായ ശരണ്യ ഇതാ ഒരു പ്രശ്നവുമില്ലാതെ വനം വകുപ്പിന്റെ പിന്തുണയിൽ ആ ജീപ്പിന് താഴേക്ക് ഇറങ്ങി വരുന്ന ആ ചിരിയിലുണ്ട് ആത്മധൈര്യം, ആ ചിരിയിലുണ്ട് പ്രതീക്ഷ, ആ ചിരിയിലുണ്ട് അതിജീവനം. അത് തന്നെയാണ് നമ്മൾ ശരണ്യയിൽ നിന്ന് കാത്തിരുന്നതും. ഒരു പ്രശ്നവുമില്ലാതെ 4 ദിവസം ആ കാട്ടിൽ നിന്ന്, ആ കാട്ടിൽ ലഭിച്ച ഓരോ വസ്തുക്കളും തന്റെ അതിജീവനത്തിന് ആയുധമാക്കി മാറ്റിയ ശരണ്യ 4 ദിവസം അതിജീവിച്ച്, രാവും പകലും അതിജീവിച്ച്, ഭക്ഷണവും വെള്ളവും അതിജീവിച്ച് ഇതാ പുറത്തേക്ക് വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറു അരുവികൾ ഒഴുകുന്ന തടിയന്റെ മോൾ എന്ന മലനിര, അവിടെയുള്ള അരുവികൾ ഒഴുകി വരുന്ന വെള്ളം കുടിച്ച്, അവിടെ തൊട്ടടുത്തുള്ള കായ്കനികൾ കഴിച്ച് അതാ അതിജീവനത്തിന്റെ പാത വിളിച്ചോതി ഒരു സ്ത്രീക്ക് എന്ത് കഴിയുമെന്ന ചോദ്യത്തിനു കൂടി മറുപടി നൽകിക്കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, തനിച്ചാണെങ്കിൽ തനിച്ച്, ആൾക്കൂട്ടമില്ലാതെ തന്നെ എന്തും ചെയ്യാനാകുമെന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ ഇതാ ശരണ്യ പുറത്തേക്ക് വരുന്നു. ശരണ്യ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ അതിജീവനം എങ്ങനെയായിരുന്നു? കുടുങ്ങിക്കിടന്ന 4 ദിവസത്തെ അനുഭവം എന്തായിരുന്നു? എന്താണ് ശരണ്യക്ക് ഈ ലോകത്തിന്, കേരളത്തിനാകെ കൊടുക്കാനുള്ള സന്ദേശം നടക്കുമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നു. ശരണ്യ പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും സന്തോഷകരമായ കാര്യം അത് തംസ പഠിച്ചതുപോലെ തന്നെ ധൈര്യമാണ്, ആത്മധൈര്യമാണ്. അത് തന്നെയാണ് ശരണ്യ പകർന്നു നൽകുന്നത്. ഒരു പോറില്ല, ഒരു ക്ഷീണമില്ല, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വളരെ ചിരിച്ചുകൊണ്ട് പ്രസന്നതയായി ശരണ്യ പുറത്തേക്ക് വരുന്നു. ശരണ്യ മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 ദിവസം നമ്മൾ കാത്തിരുന്ന ശരണ്യ ഇതാ ബേസ് ക്യാമ്പിൽ നമ്മുടെ മുമ്പിൽ സന്തോഷത്തിന്റെ പ്രതീകമായി വന്നിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.